ആ പാലുവണ്ടിയിൽ നിന്നും ബക്കറ്റിൽ പാലും വാങ്ങി വരുന്നതാണ് എൻ്റെ വെല്ലുമ്മ. ആൾക്ക് വീട്ടിൽ തന്നെ നടത്തുന്ന ചെറിയൊരു പലചരക്ക് കച്ചവടമുണ്ട്. ആളുടെ മെയിൻ കസ്റ്റമർ ഞാൻ തന്നെയാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ പ്രധാന മീൻ വണ്ടിയാണ്. ഈ മീൻപെട്ടിയിൽ നിന്നും കണ്ണും പൂട്ടി ഇടം വലം നോക്കാതെ വിശ്വസിച്ച് മീൻ വാങ്ങാവുന്നതാണ്. മുറ്റത്ത് നടത്തുന്ന ഏത് നുറുങ്ങു പരിപാടികൾക്കും എന്നേക്കാൾ മുന്നിലിറങ്ങുന്നത് എൻ്റെ മോളാണ്. വീഡിയോ എടുക്കുന്നെന്ന് മനസ്സിലായപ്പോൾ ആള് ചെറുതായൊന്ന് ശീലാമയായി അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആള് പറിക്കുന്ന വഴുതനങ്ങ ചെടി ഞങ്ങളുടെ മുറ്റത്തേതല്ല, വല്ലുമ്മാൻ്റെ വീട്ടിലെ വല്ലുമ്മ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് ഇതൊക്കെയും. എന്നാലും അതിലുണ്ടാകുന്നതിൻ്റെ മുഖ്യ പങ്കും എത്തുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പുറത്തുനിന്ന് പുതിയ തരം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലും വീട്ടിലുണ്ടാക്കുന്ന ചോറും കൂട്ടാനും ഒരു ദിവസത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ വയ്യാത്ത ആളാണ് ഞാൻ. അടുക്കളയിൽ കയറി പാചകമൊക്കെ ചെയ്തു തുടങ്ങിയിരുന്ന കാലത്ത് ഇതിനോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നീട് സ്ഥിരം ഇത് തന്നെ പണിയായപ്പോൾ പാചകം അങ്ങ് മടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം ഒരുവിധം തട്ടിക്കൂട്ടുന്ന പരിപാടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യൂട്യൂബൊന്നും ഇല്ലാതിരുന്നൊരു സമയത്താണ് ഞാനൊക്കെ പാചകം അങ്ങ് തുടങ്ങുന്നത് തന്നെ. ആ സമയത്തൊന്നും ആരും എന്നെ പാചകം പഠിപ്പിച്ചു തന്നിട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന മിക്കതും വമ്പൻ ഫ്ലോപ്പുകളായിരുന്നു. പിന്നീട് ചെയ്ത് സ്വയം മെച്ചപ്പെടുത്തിയെടുത്തതാണ്. എന്നാലും യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതോടെ എൻ്റെ കുക്കിങ് ചെറുതായൊന്ന് പാളിയിട്ടുണ്ടെന്നാണ് വീട്ടിലെ ഒരു സംസാരം. എന്നുവെച്ചാൽ ഈ രണ്ട് പരിപാടിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ആ നേരം കൊണ്ട് സ്കൂളിൽ പോയവരൊക്കെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഈ വീടും പരിസരവും ഒക്കെ ഒരു യുദ്ധഭൂമിയായി മാറും. എന്തായാലും അതിനെ ഒന്ന് തണുപ്പിക്കാൻ നല്ല ഉഷാറായിട്ടൊരു മഴ പെയ്തിട്ടുണ്ട്. കുറച്ചു നേരം അങ്ങനെ മഴയും കണ്ടിരിക്കാം.